ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. M4Mathew ചാനലിലൂടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് വലിയ നാരങ്ങ കൊണ്ടുള്ളൊരു അച്ചാറാണ്. വളരെ വ്യത്യാസമായിട്ടും നല്ല രുചികരമായിട്ടും നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ കാണാൻ പോകാം. നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മൾ വലിയ നാരങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു 3 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും വള്ളി നാരങ്ങയാണ്. സിട്രൺ എന്നാണ് ഇതിൻ്റെ പേര്. വള്ളി നാരങ്ങയാണിത്. അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 5 മുഴുവൻ വെളുത്തുള്ളിയും ഒരു അല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഈ നല്ലോണം കഴുകി നമ്മൾ വൃത്തിയായിട്ട് എടുക്കാം. നമ്മൾ നല്ലെണ്ണയാണ്, ഒരല്പം നല്ലെണ്ണ ഇതിൻ്റെ ആവശ്യത്തിനുള്ള എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ നാരങ്ങ വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ വെള്ളം ഇട്ട് ഇതൊന്ന് മുങ്ങി കിടക്കത്തക്ക വണ്ണമുള്ള വെള്ളം ഇട്ട് നമ്മൾ തിളപ്പിക്കുകയാണ്. ചില ഉപ്പൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം നമ്മൾ ഈ നാരങ്ങ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല വെള്ളം ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം ഞെങ്ങുന്നുണ്ട്. അത് ആ ഒരു കട്ടി അങ്ങ് മാറി. ഇനി ഇതൊന്ന് അച്ചാറിടുമ്പം ആ തൊലിക്കൊക്കെ ഒരു മൃദുലം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നാരങ്ങ എടുത്ത് ഒന്ന് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അകഭാഗം. അകവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലൊന്ന് അരിഞ്ഞെടുക്കാം. ഓരോ അല്ലി പോലെ അരിഞ്ഞിട്ട് ഇതിനിടയ്ക്കുള്ള ഈ കുരുവൊക്കെ എടുത്ത് കളയണം കേട്ടോ. കുരു, ഇതിൻ്റെ മേൽവശം വരുന്നത്, അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. ഈ ഒരു കനത്തിന് അരിഞ്ഞെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ നാരങ്ങയെല്ലാം ആ ഒരു കനത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും നാരങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യമുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അല്പം വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 കതിര് കറിവേപ്പില, പിന്നെ കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. അത് പഴുത്തതാണ്. കാന്താരിമുളക് ഇല്ലെങ്കിലും പച്ചമുളക് എടുത്താലും മതി. കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കഷ്ണം. ഇപ്പോൾ ഈ നാരങ്ങയുടെ ഈ തൊലിയും ഈ കുരുവും ഈ ആവശ്യമില്ലാത്തതൊക്കെ ഒന്നും എടുക്കരുത്. ഇതൊക്കെ കളഞ്ഞേക്കണം. അത് നമുക്ക് പിക്കിൾ ഉണ്ടാക്കുമ്പം ഇടാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഈ പാനൊന്ന് ചൂടാകുമ്പം നമുക്ക് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 6-7 ടേബിൾ സ്പൂണോളം നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലോണം നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ആ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, പിന്നെ ഇഞ്ചി, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ശരിക്കൊന്ന് മൂത്ത് വരണം, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന്. ഇതൊന്ന് നിറം മാറി വരുമ്പം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമേ വെക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫുൾ ഫ്ലെയിം വെച്ചാലും ലോ ഫ്ലെയിം വെച്ചാലും അത് ശരിയാകില്ല. മീഡിയമിൽ വെച്ച് നമുക്കത് പാചകം ചെയ്യാം. പിന്നെ ഇഞ്ചി അല്പം കൂടിയാലും കുഴപ്പമില്ല, കാരണം കയ്പ്പൻ നാരങ്ങയ്ക്ക് ഇഞ്ചി ഇച്ചിരി കൂടുതലിടുന്നത് നല്ലതാണ്.
നമുക്കിനി ആ മുളക് ഇട്ട് കൊടുക്കുകയാണ്. ആ കാന്താരി മുളക് എല്ലാം നല്ല പഴുത്ത കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് ഇട്ടാലും മതി. കാന്താരി മുളക് ചില സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ പഴുത്ത കാന്താരി മുളക് അങ്ങനെ വലുതായിട്ട് പൊട്ടിത്തെറിക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമുക്ക് വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി. നമുക്കിനി മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. നമ്മളൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഒരു 4 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഓരോന്നിട്ട് കൊടുക്കുമ്പോൾ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അല്പം കായം ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ മതിയാവും. ഒത്തിരി കായവും ഉലുവയും ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇട്ട് കൊടുത്താൽ അതിലൊരു ചെറിയൊരു വ്യത്യാസം വരും, രുചിയിലൊരു വ്യത്യാസം വരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ നാരങ്ങ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ആ നാരങ്ങയ്ക്കകത്തുള്ള വെള്ളമാണ് ആദ്യം ഒഴുകി വീണ്, ആ നാരങ്ങ നീര്. അപ്പോൾ നമ്മൾ ആ നാരങ്ങ അരിഞ്ഞ് വെച്ചതെല്ലാം അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഈ നാരങ്ങ ഇട്ട് ഇളക്കാവേ. പിന്നെ ഈ പൊടികൾ ഇട്ട് കൊടുക്കുമ്പോഴും തീ അധികം കൂടാൻ പാടില്ല, കാരണം ഈ പൊടികൾ കരിയാൻ പാടില്ല. പിന്നെ നമ്മൾ അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇടാൻ പറ്റും. അച്ചാറിന് അല്പം ഉപ്പ് വേണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ആ നാരങ്ങയിൽ പിടിക്കണം. ഇൻഗ്രീഡിയൻസ് ഒന്നും കഴിഞ്ഞില്ല. കാന്താരിമുളക് നമ്മൾ ഇട്ടതുകൊണ്ട് ആവശ്യത്തിന് എരിവ് കാണും. ഈ അച്ചാറിൻ്റെ ഇടയ്ക്ക് കാന്താരിമുളക് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി അതെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പെല്ലാം ഏകദേശം കറക്റ്റാണ്. ഇനി നമ്മൾ ഈ നേരത്തെ എടുത്തു വെച്ച ആ ശർക്കര ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ശർക്കര എല്ലാം. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ശർക്കര ആഡ് ചെയ്യുമ്പോൾ. ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പിക്കിളാണ്. നല്ലോണം ഒന്ന് ഇളക്കി പിടിപ്പിക്കണം. ഇതിനകത്ത് എല്ലാ നാരങ്ങയിലും ഒന്ന് പിടിക്കണം. എല്ലാത്തിലും ഉപ്പ് പിടിക്കുന്ന പോലെ ശർക്കരയും നാരങ്ങയുടെ ഓരോ കഷ്ണത്തിലും പിടിക്കണം. ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. നമ്മൾ ശർക്കര ആഡ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ.
പിന്നെ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. വെള്ളം ഒഴിക്കരുത് ഒരിക്കലും, കാരണം ഇതിനകത്ത് തന്നെ നാരങ്ങയ്ക്ക് ഒത്തിരി നീരുണ്ടാവും. അതുകൊണ്ട് അഡീഷണലായിട്ട് ആരും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉപ്പും മധുരവും ഒന്നൊക്കെ നോക്കിയിട്ട് ഉപ്പ് കറക്റ്റാണ്. പിന്നെ മധുരം ഇപ്പം നമുക്കൊരല്പം കൂടെ വേണ്ടിയുണ്ട്, അതുകൊണ്ട് മധുരം ഒരല്പം കൂടെ ഞങ്ങൾ ആഡ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ആ ശർക്കര കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിനനുസരിച്ച് മതി, നമ്മൾ ഉപ്പ് ചേർക്കുന്ന പോലെ ഉള്ളൂ. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് അല്പം കൂടുതലിടാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഉപ്പും മധുരവും എല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാരങ്ങ അച്ചാറിൻ്റെ ഒരു രീതി. ഈ ശർക്കര ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. നല്ലവണ്ണം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കുഴച്ച പോലെ തന്നെ ഉണ്ട്. കാരണം വെള്ളം ചേർത്തിട്ടില്ല, ശകലം പോലും നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല. മാക്സിമം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ചേർക്കാതെ സൂക്ഷിക്കണം. ഇത് കുറേ നാളിരിക്കും ഇങ്ങനെ. നമ്മൾ 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇടുന്ന സ്പൂണിൽ അല്പം പോലും വെള്ളം വാങ്ങാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, തുറന്ന് വെക്കരുത് ഒരിക്കലും അച്ചാർ. നമ്മുടെ ആവശ്യം അനുസരിച്ച് അങ്ങ് അടച്ചു വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ അച്ചാർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്ലീസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്ത് ബെല്ലൈക്കോണം എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.